നമസ്കാരം. കർഷകരും ഭൂ ഉടമകളും നിരന്തരം അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് കൃഷിയിടങ്ങളിലെ കളകൾ. നിലവിൽ ആവശ്യനേരത്ത് തൊഴിലാളികളെ ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യമാണുള്ളത്. തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലി താങ്ങാനാവാത്തവരുമുണ്ട്. കളനിയന്ത്രണം സംബന്ധിച്ച ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പരിതപിക്കുന്നവരും കുറവല്ല. നിരവധി കളനാശിനികൾ വിപണികളിൽ ലഭ്യമാണെങ്കിലും അവ മണ്ണിന്റെ ജൈവിക ഘടനയെ നശിപ്പിക്കുകയും വിളകളെ വിഷമയമാക്കുകയും ചെയ്യും. മാത്രവുമല്ല, കളകൾ പറിച്ചു കളയുന്നത്ര വൃത്തി അത്തരം കളനാശിനികൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. അതുപോലെ വീണ്ടും വളരെ വേഗത്തിൽ കളകൾ വളർന്നു വരാനും സാധ്യതയുണ്ട്. ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കർഷകരും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമായി പ്രത്യേക റോബോട്ടുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ അറ്റ്ലാന്റ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഗ്രൗണ്ട് കൺട്രോൾ റോബോട്ടിക്സ് ആണ് ഈ നൂതന റോബോട്ടുകളെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കാഴ്ചയിൽ പഴുതാരിയുടേതിന് സമാനമായ രൂപഘടനയോടും ചലനങ്ങളോടും സാമ്യം പുലർത്തുന്നതാണ് ഈ റോബോട്ടിക് സെന്റിപീഡുകൾ. വിവിധ പരിതസ്ഥിതികളിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനാകും വിധമാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനും വിളകൾക്ക് കേടുപാടുകൾ വരുത്താതെ കളകളെ പിഴുതുമാറ്റുന്നതിനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പരമ്പരാഗത രീതികൾക്ക് പകരമായി ഇത്തരത്തിലുള്ള റോബോട്ടിക് സെന്റിപീഡുകളെ കൃഷിയിടങ്ങളിൽ വിനിയോഗപ്പെടുത്തുക വഴി കൃഷിയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള സംയോജനം കർഷകർക്ക് എത്രമാത്രം പ്രയോജനപ്രദമായി തീരുമെന്നതിൻ്റെ നേർക്കാഴ്ചയായി മാറും. ബ്ലൂബെറി, സ്ട്രോബെറി, മുന്തിരി തുടങ്ങിയ ഇടുങ്ങിയതും കുറ്റിച്ചെടികൾ പോലെ വളരുന്നതും വള്ളി പോലുള്ളതുമായ വിളകൾ നട്ടുവളർത്തുന്ന ഇടങ്ങളിൽ അവയ്ക്കിടയിലെ കളകൾ നശിപ്പിക്കാൻ പൊതുവെ പരമ്പരാഗത യന്ത്രങ്ങൾക്ക് പ്രയാസകരമാണ്. എന്നാൽ ഗ്രൗണ്ട് കൺട്രോൾ റോബോട്ടിക്സ് പുറത്തിറക്കിയ റോബോട്ടിക് സെന്റിപീഡുകൾക്ക് അത്തരം ജോലികൾ നിഷ്പ്രയാസം അവരുടെ കൈകൾ ഉപയോഗിച്ച് വളരെ വേഗം പൂർത്തീകരിക്കാനാകും. ഇത്രമാത്രം പ്രയോജനപ്രദമായ ഈ റോബോട്ടിന്റെ വില സാധാരണക്കാർക്ക് താങ്ങാനാകുമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാം. നിലവിൽ പ്രചാരത്തിലുള്ള മിക്ക കാർഷിക യന്ത്രങ്ങളെയുംക്കാൾ ഈ റോബോട്ടിന്റെ വില താങ്ങാനാവുന്നതായിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നിലവിൽ $1000 പരിധിയിലുള്ള ചിലവാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നത്. ഗ്രൗണ്ട് കൺട്രോൾ റോബോട്ടിക് കമ്പനി തങ്ങളുടെ ഈ നൂതന സാങ്കേതിക വിദ്യ പരിഷ്കരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ കർഷകർക്ക് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സാങ്കേതിക സംവിധാനത്തേക്കാൾ ചിലവ് കുറഞ്ഞ ഒരു പരിഹാര മാർഗം, പ്രത്യേകിച്ച് സ്വയം നിയന്ത്രിത റോബോട്ടുകളുടെ ഒരു കൂട്ടത്തെ തന്നെ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി. ഈ കമ്പനി നിലവിൽ ജോർജിയയിലെ ഒരു ബ്ലൂബെറി കർഷകനും ഒരു മുന്തിരിത്തോട്ടം ഉടമയുമായി ചേർന്ന് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന റോബോട്ടിക് സെന്റിപീഡുകളുടെ പൈലറ്റ് പ്രോഗ്രാമുകൾ നടത്തിവരികയാണ്. വിശാലമായ ഈ റോബോട്ടുകളെ വിപണിയിൽ എത്തിക്കും മുമ്പ് ഇവയുടെ നാവിഗേഷൻ, സെൻസിംഗ് കഴിവുകൾ എന്നിവ മികവുറ്റതാക്കാൻ ഈ റോബോട്ടിന്റെ നാവിഗേഷൻ, സെൻസിംഗ് കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ കൃഷിയിടങ്ങളിൽ നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ലക്ഷ്യം. ഈ പ്രാരംഭ പരീക്ഷണങ്ങളിൽ റോബോട്ടുകൾ അവയുടെ ഫലപ്രാപ്തി തെളിയിച്ചാൽ കൃഷിക്കപ്പുറത്തേക്ക് ഈ സാങ്കേതിക സംവിധാനത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള നടപടികളും ഈ കമ്പനി ആസൂത്രണം ചെയ്യുന്നുണ്ട്. വരും ഭാവിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലോ സൈനിക പ്രവർത്തനങ്ങളിലോ പോലും ഈ റോബോട്ടിക് സെന്റിപീഡുകൾ വിന്യസിക്കപ്പെടാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ കൃഷിയിൽ എന്ന പോലെ വിവിധ രംഗങ്ങളിൽ വിനിയോഗപ്പെടുത്താനാകുന്ന തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഗ്രൗണ്ട് കൺട്രോൾ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക സംവിധാനം. വാർത്തയുടെ നിറം തേടി തനിനിറം.